بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി വിലപ്പെട്ട സമയം നീക്കിവെച്ച് ഇവിടെ എത്തിയിട്ടുള്ള സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതാണ് എന്ന കാര്യം ആദ്യം തന്നെ ഗൗരവപൂർവ്വം നിങ്ങളെ ഉണർത്തുകയാണ്. ഈ നിറഞ്ഞു നിൽക്കുന്ന സദസ്സും ഹാളും സൗകര്യങ്ങളുമൊക്കെ കാണുമ്പോൾ 2 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സെൻറ്ററിൻ്റെ അവസ്ഥയും അതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ എത്രമാത്രം നമ്മുടെ സെൻറ്ററും പ്രവർത്തനങ്ങളുമൊക്കെ വളർന്നു എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവിന് സർവസ്തുതിയും അർപ്പിക്കുകയാണ്. ഒത്തൊരുമിച്ചും സ്നേഹത്തോടു കൂടിയുമുള്ള നമ്മുടെ എളിയ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ മാറ്റങ്ങൾ നാട്ടിലുണ്ടാക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ 10 പേരുണ്ടെങ്കിൽ അവർ 10 നാടിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. അവർ മുഖേന അതിൻ്റെ പ്രതികരണങ്ങൾ 10 നാടുകളിലാണ് എത്തുന്നത്. ഇസ്ലാഹി സെന്ററുകൾ മുഖേന നടക്കുന്ന ദീനീ പ്രവർത്തനത്തിൻ്റെ പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും ഇന്ന് നാടിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. കാസറ്റ് വിപ്ലവം തന്നെ യഥാർത്ഥത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ദീനിനെ കുറിച്ച് പഠിക്കുക, ദീൻ ഒരു ഗൗരവ വിഷയമായി ചർച്ചക്കെടുക്കുക എന്നത് പല ആളുകൾക്കും ഇഷ്ടമായിരുന്നില്ല. എന്നല്ല, അല്പമൊക്കെ മതനിഷേധവും യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ ഒരു ഫാഷനായിരുന്നൊരു കാലവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഇന്ന് കഴിഞ്ഞുപോയി. ഇന്ന് ബുദ്ധിജീവികളും പണ്ഡിതന്മാരും വലിയ വലിയ ചിന്തകന്മാരുമൊക്കെ ഇസ്ലാമിനെ കുറിച്ച് ഗൗരവപൂർവ്വം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പള്ളികളിൽ ഇന്ന് വെറും വയസ്സന്മാരെ മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുന്നത്.
ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് ദീനീ രംഗത്ത് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മനുഷ്യൻ ഭൗതികമായി അങ്ങേയറ്റം ഭൗതികതയോടുള്ള ആർത്തി കൊണ്ട് ഒരു ജീവിത ശൈലിയിലേക്ക് മാറുന്നുണ്ടെങ്കിലും മറുവശത്ത് ഭൗതികതയിൽ മനം മടുത്ത് ഒരുപാട് ആളുകൾ ദീനിന്റെ മാർഗത്തിലേക്ക് ആവേശപൂർവ്വം കടന്നു വരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വരുന്ന ആളുകളുടെ ദാഹം തീർക്കുമാറുള്ള വിജ്ഞാന പ്രചാരണവും ദീനിനെ കുറിച്ച് അവരെ അവബോധമുണ്ടാക്കലും ഇന്ന് നമുക്ക് വലിയൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഇസ്ലാഹി സെന്ററുകളുടെ പ്രവർത്തനം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. മുഖവുരയായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹദീസ് നിഷേധത്തിന്റെ പുതിയ മുഖങ്ങൾ എന്ന വിഷയമാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ചില ആളുകൾ വിചാരിക്കും, എന്താണ് ഈ വിഷയത്തിന് ഒരു പ്രത്യേക പ്രസക്തി ഇപ്പോൾ? അത് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് എനിക്കതിന് പറയാനുള്ള മറുപടി. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ലോക സലഫി പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകത്തുടനീളം സലഫി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ജംഇയ്യത്തു അഹ്ലുൽ ഹദീസ് അതിന്റെ കേരള ഘടകം എന്ന നിലയിലാണ് കേരള നദ്വത്തുൽ മുജാഹിദീനും അതിന്റെ പോഷക ഘടകങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മളെക്കുറിച്ച് പരിചയപ്പെടുത്താറുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ് നാം എന്നതാണ്. ആദ്യമായി ഉണ്ടാക്കിയ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയുടെ പേര് തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്നാണ്. അതതിന്റെ കൂടെ തന്നെ പറഞ്ഞ മറ്റൊരു സംഘടനയും നമുക്ക് കാണാൻ സാധ്യമല്ല. കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പേരിനോടൊപ്പം തന്നെ ഉള്ളത്. എന്ന് പറഞ്ഞാൽ റസൂലും സഹാബത്തും ഏതൊരു ദീനിലാണോ നിലകൊണ്ടത് ആ ദീനിൽ നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം. എന്തിനാണ് നാം അഹ്ലുൽ ഹദീസ് എന്ന് പേര് സ്വീകരിച്ചത്? മദ്ഹബി പക്ഷപാതിത്വം അതിന്റെ മൂർധന്യതയിൽ നിന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് കിട്ടിയാലും മദ്ഹബിന്റെ കിതാബിലുള്ളതേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന ശാഠ്യം പിടിച്ചിരുന്ന ആളുകൾക്ക് മധ്യേ റസൂലുള്ളാഹിന്റെ ഹദീസാണ് നാം മുറുകെ പിടിക്കേണ്ടത്, മറ്റാരുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, ഞങ്ങൾ ഹദീസ് സ്വീകരിക്കുന്നവരാണ്, ആളുകളുടെ വാക്കുകൾ സ്വീകരിക്കുന്നവരല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് നാം അഹ്ലുൽ ഹദീസ് എന്ന പേര് സ്വീകരിച്ചത്. നമ്മളൊക്കെ പലപ്പോഴും ഹദീസുകളിലൂടെ കേട്ടിട്ടുണ്ട്, 72 കക്ഷിയായി ബനൂ ഇസ്രായേൽ ചിന്ന ഭിന്നമായി പിരിഞ്ഞു പോയ പോലെ എന്റെ സമുദായം 73 കക്ഷികളായി വേർപിരിയും, എല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ. അപ്പോഴാണല്ലോ ആ വിഭാഗം ആരാണെന്ന് ചോദിച്ചതും മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബികളും നിലകൊണ്ട മാർഗമാണെന്ന് റസൂൽ പറഞ്ഞതും നമ്മൾ പല പ്രസംഗത്തിലും കേട്ടിട്ടുള്ളതാണ്. ആ വിഭാഗത്തെ കുറിച്ചാണ് അത്വായിഫത്തുൽ മൻസൂറ, പടച്ചവന്റെ സഹായം ലഭിക്കുന്ന വിഭാഗം, അൽ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന വിജയിക്കുന്ന വിഭാഗം എന്നൊക്കെ മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുള്ളത്. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹി വഹും അലാ ദാലിക്. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം സത്യത്തിന്റെ മേൽ ജയിച്ചുകൊണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും ഇരിക്കും. അവരെ കൈയൊഴിഞ്ഞവർക്കോ അവരെ എതിർക്കുന്നവർക്ക് അവരുടെ ചുക്കും ചെയ്യാൻ സാധ്യമല്ല. ഖിയാമത്ത് നാൾ വരുന്നതുവരെയും അതായിരിക്കും സ്ഥിതി എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള മുൻകാല സമുദായങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന നബിമാരുടെ സമുദായങ്ങളൊക്കെ ആ നബിമാരുടെ കാലശേഷം നബിമാർ കൊണ്ടുവന്ന സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോവുകയും ഒരാൾ പോലും അവശേഷിക്കാതെ വിധം വ്യതിചലിക്കുകയും ചെയ്തു. പക്ഷെ മുഹമ്മദ് നബിയുടെ സമൂഹത്തിൽ അതുണ്ടാവില്ല. ഒരു ചെറിയ വിഭാഗം എക്കാലത്തും സത്യത്തിന്റെ മേൽ പ്രത്യക്ഷപ്പെട്ട് വിജയിച്ചുകൊണ്ട് നിലകൊള്ളുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ആരാണ് ഈ വിഭാഗമെന്ന് മുൻഗാമികളായ താബിഈങ്ങൾ, അതിനടുത്ത താബിഈങ്ങൾ ഇവരൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്ന താബിഈകളുടെ താബിയായി വന്ന ഹിജ്റ 151 മരിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് ഹും ഇൻദി അസ്ഹാബുൽ ഹദീസ്, ഈ വിജയിച്ച വിഭാഗം എന്ന് പറയുന്നത് ഹദീസിന്റെ ആളുകളാണ്. വഖാലൽ ബുഖാരി, ഇമാം ബുഖാരി പറയുന്നു, ഖാല അലി ഇബ്നുൽ മദീനി, ഹിജ്റ 234 മരിച്ച ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അദ്ദേഹം, അലി ഇബ്നുൽ മദീനി. അദ്ദേഹം പറഞ്ഞു ഹും അസ്ഹാബുൽ ഹദീസ്, ഹദീസിന്റെ ആളുകളാണ് രക്ഷപ്പെട്ട വിഭാഗം. ഇമാമുസ്സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല പറഞ്ഞത് എന്താണ് അറിയോ? ഇല്ലം തകുൻ ഹാദിഹി ത്വായിഫത്തുൽ മൻസൂറത്തു അസ്ഹാബുൽ ഹദീസ് ഫലാ അദ്രി മൻഹും, ഈ വിജയിച്ച വിഭാഗം ഹദീസിന്റെ ആളുകൾ അല്ലെങ്കിൽ വേറെ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അപ്പൊ ഹദീസ് മുറുകെ പിടിക്കുന്ന ആളുകളുടെ വാക്കുകളെ, മഹാന്മാരുടെയും മറ്റുമൊക്കെ കിതാബുകളിലുള്ള ഇബാറത്തുകളെ അതൊക്കെ മാറ്റിവെച്ചിട്ട് ഹദീസിന് മുൻതൂക്കം കൊടുക്കുന്ന ആളുകൾ, അവരെ കിതാബുകളൊന്നും പഠിക്കണ്ട വായിക്കണ്ട എന്നല്ല പറഞ്ഞു, എല്ലാ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളും പഠിക്കുകയും വായിക്കുകയും ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്ത സേവനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും വേണം. പക്ഷെ അതൊക്കെ തെറ്റുപറ്റാൻ സാധ്യതയുള്ളതാണ് എന്ന വിചാരത്തോടു കൂടിയായിരിക്കണം നാം അതിനെ സമീപിക്കേണ്ടത്. മഅസൂം അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിന്റെ ഖബറിനെ ചൂണ്ടി പറഞ്ഞല്ലോ, മാ മിൻ അഹദിൻ ഇല്ലാ വഹുവ മഅഖൂദുൻ മിൻ കലാമിഹി വമർദൂദുൻ അലൈഹി. ഏതൊരാളെ വാക്കിലും എടുക്കേണ്ടതും ഒഴിവാക്കേണ്ടതും ഉണ്ടാകും, അള്ളാഹിന്റെ റസൂലിന്റെ വാക്കിലൊഴികെ എന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കണം. ഇനി ഈ വിഭാഗത്തിന്റെ സ്വഭാവങ്ങൾ എന്തായിരിക്കും, സമീപന രീതി എന്തായിരിക്കുമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമുക്കറിയാം, തർക്ക പ്രശ്നങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണമെന്നാണല്ലോ ഖുർആൻ നമ്മളോട് പറയുന്നത്. അതായിരിക്കും ഈ വിഭാഗത്തിന്റെ ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണം. എന്ത് തർക്ക പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തീർപ്പെന്ത്, ഖുർആന്റെ തീർപ്പെന്ത്, അത് അംഗീകരിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യും. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബിനെയാണ് സത്യം, അവർ വിശ്വാസികളാകുന്നതേ അല്ല. എത്രത്തോളം ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കണം, മുഹമ്മദ് നബിയെ വിധികർത്താവാക്കണം. എന്നിട്ട് മുഹമ്മദ് നബി നൽകുന്ന തീർപ്പ് സസന്തോഷം സ്വീകരിക്കണം. ഓ നബി അങ്ങനെ പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ, ഹദീസ് ഉണ്ട് എന്നാ അപ്പൊ മൗലവി പറയണം, ഞാൻ സ്വീകരിച്ചാളല്ലേ, അങ്ങനെ സ്വീകരിച്ചാ പോരാ. മനമില്ലാ മനസ്സോടെ ഗത്യന്തരമില്ലാതെ കുടുങ്ങിയിട്ട് സ്വീകരിച്ചാ പോരാ. ഇതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ പടച്ചവന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിച്ച ഒരു മുസൽമാനാണ് ഞാൻ, എന്റെ കടമയാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സസന്തോഷം പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടാൽ സ്വീകരിക്കണം. അത് നമ്മൾ പണ്ട് പറഞ്ഞ അങ്ങനല്ലേ, നമ്മൾ ഉപ്പാപ്പാര കാലം മുതൽക്ക് ഇങ്ങനല്ലേ നടന്നു വന്ന്, 40-45 കൊല്ലായി ഞാൻ ഇതല്ലേ ചെയ്ത്, ഇനിയിപ്പോ എങ്ങനെ മാറ്റുക, ഇതിങ്ങനെ മാറ്റിയാ പിന്നെ നമ്മൾ ഉപ്പാപ്പാരൊക്കെ അങ്ങനെ ചെയ്ത് അവരൊക്കെ നരകത്തിലാണ്, ഇന്ന് ഞാനും പോയിക്കോട്ടെ നരകത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസിൽ സ്ഥിരപ്പെട്ട, ഖുർആനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ തള്ളിക്കളയുന്ന സ്വഭാവം അവർക്കുണ്ടാവുകയില്ല. കാരണം എന്താ, തെറ്റുപറ്റാത്തവർ അമ്പിയാക്കൾ മാത്രമാണ്. അമ്പിയാക്കൾ കൊണ്ടുവന്ന ഗ്രന്ഥവും അമ്പിയാക്കളുടെ വിശദീകരണവുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളതെല്ലാം തള്ളിക്കളയണം. പൊതുവെ ആളുകളൊക്കെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ല. ഏത് വാദപ്രതിവാദത്തിലും പ്രമാണങ്ങൾ അതിൽ തർക്കമല്ല. എഴുതിക്കോളിയും, വിശുദ്ധ ഖുർആൻ ഒന്നാം പ്രമാണം, രണ്ടാം പ്രമാണം സഹീഹായ ഹദീസ്, മൂന്നാം പ്രമാണം സ്ഥിരപ്പെട്ട ഇജ്മാ, നാലാം പ്രമാണം വ്യക്തമായ ഖിയാസ്. എല്ലാവർക്കും അതിനാർക്കും തർക്കമല്ല. പക്ഷേ അത് വ്യാഖ്യാനിക്കുന്നിടത്താണ് പിന്നെ തർക്കം വരുന്നത്. ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം, ഖുർആനിൽ എനിക്ക് തോന്നിയ അർത്ഥം ഞാൻ പറയാം, നിങ്ങൾക്ക് തോന്നിയ അർത്ഥം നിങ്ങൾ പറയാ. അങ്ങനെയാണല്ലോ എല്ലാ ദുർവ്യാഖ്യാനങ്ങളും കടന്നു വരുന്നത്. അത് പാടില്ലെന്നാണ് യഥാർത്ഥത്തിൽ സലഫുകളുടെ നിലപാട്. സലഫ് എന്ന് പറഞ്ഞ ആരാ? നല്ലവരായ നമ്മുടെ മുൻഗാമികൾ, സലഫു സാലിഹ്. ഈ സമുദായത്തിലെ സലഫുകൾ ആരാണ്? ഇപ്പോ 500 കൊല്ലം മുമ്പ് മരിച്ചോൻ അല്ലെങ്കിൽ 300 മുമ്പ് മരിച്ചോൻ സലഫുസാലിയ? കുറച്ചാൽ ഒരു 500 കൊല്ലം കഴിഞ്ഞാൽ നമ്മളൊക്കെ സലഫുസാലിയ അല്ല. സലഫുസാലി എന്ന് പറഞ്ഞത് കുല്ലു ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച തലമുറ. റസൂൽ പറയാണ്, സഹാബികൾ ആ തലമുറയാണ് ഒന്നാമത്തെ. പിന്നെ അതിനെ തുടർന്ന് വന്നവർ താബികൾ, പിന്നെ അതിനെ തുടർന്ന് വന്ന തബഉ താബിഈങ്ങൾ. ഇവരാണ് സലഫ് സാലികൾ എന്ന് പറയുന്നത്. അവരെങ്ങനെയാ ഖുർആനെ മനസ്സിലാക്കിയത്, അവരെങ്ങനെയാ ഹദീസിനെ മനസ്സിലാക്കിയത്, അതുപോലെ മനസ്സിലാക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് തർക്കത്തിന് പരിഹാരമുള്ളത്. ഒരാൾ ഖുർആൻ ഓതിയിട്ട് പറയാണ് അല്ലാഹു അല്ലാത്ത ഒളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ? ഉണ്ട്. എന്താ തെളിവ്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ, നിനക്ക് മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക. അവൻ റസൂലിന്റെ മുമ്പ് മരിച്ചു റസൂലിനൊക്കെ വിളിച്ചു തേടാൻ തെളിവുണ്ട് എന്നാ പറയുന്നത്. ഒരൊറ്റ ചോദ്യം, അർത്ഥത്തിനൊരു കുഴപ്പമില്ലല്ലോ. വസ്അൽ, നീ ചോദിക്കുക, മൻ അർസൽനാ, നാം അയച്ചവരോട്, മിൻ ഖബ്ലിക, നിന്റെ മുമ്പ്, മിർ റസൂലിനാ, നമ്മളെ റസൂലുകളിൽപ്പെട്ട. അർത്ഥത്തിനൊരു കുഴപ്പമില്ല. പക്ഷെ എവിടെയാണ് പറഞ്ഞത്? എന്താണ് ആയത്തിന്റെ പ്രമേയം? ഏത് പശ്ചാത്തലത്തിൽ ഇറങ്ങിയത്? ഇതൊന്നും നോക്കുന്നില്ല. ആ ഹദീസ്, ആ ആയത്തിനെ എങ്ങനെയാണ് സഹാബികൾ മനസ്സിലാക്കിയത്, മുഫസ്സിറുകൾ എങ്ങനെയാ വ്യാഖ്യാനിച്ചത്, ഇതൊന്നും നോക്കാതെ വായി തോന്നിയ അർത്ഥങ്ങൾ പറയാണ്. അപ്പൊ പ്രമാണം ഖുർആൻ തന്നെ. എന്നിട്ട് നമ്മൾ പറയാനില്ല തഫ്സീറിൽ ഇങ്ങനെയാണുള്ളത്, സഹാബികൾ ഇങ്ങനെ. മൗലവി തഫ്സീർ നമ്മളെ പ്രമാണമല്ല, നമ്മളെ പ്രമാണം ഖുർആനാണ്.
എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതിയിട്ട് തോന്നിയ അർത്ഥം പറയാന്നർത്ഥം. സഹാബികൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ലല്ലോ, താബികൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മളെ തെളിവ് ഖുർആനാണ് എന്ന് പറഞ്ഞ ടൈമിൽ തന്നെ ഖുർആൻ ഓതിയിട്ട് വായി തോന്നിയ അർത്ഥം പറയാം. അവർ പോലും ഇറക്കിയ പരിഭാഷയിലില്ലാത്ത അർത്ഥമാണ് അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് തെറ്റുപറ്റിയാൽ എന്തായി? നമ്മൾ സലഫുകളുടെ മാർഗത്തിൽ വ്യതിചലിച്ചു പോകും. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഹദീസ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ചിലപ്പോഴൊക്കെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി കൂടുമ്പോ ഹദീസ് എഴുതിയാ പോരെ, എന്തിനാ സഹിഹായ ഹദീസ്? അപ്പൊ നിങ്ങൾ സഹിയാറിന് ഇപ്പൊ നമ്മൾ സഹിയാന്ന് പറയില്ല, നിങ്ങൾ ലൈഫാന്ന് നമ്മൾ ചെയ്യാന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വേണ്ട, നമ്മൾ വെറും ഹദീസ് തന്നെ എഴുതിയാ പോരെ. അതെന്തിനാ? എല്ലാ കള്ള ഹദീസും ഇതിൽക്കും കൊണ്ടുവരാനുള്ള പരിപാടി അത് മാത്രല്ല. സഹിഹായ ഹദീസ് ലൈഫായ ഹദീസ് എന്നുള്ളതിന് ഓരോരുത്തർക്കും ഓരോ മാനദണ്ഡമൊന്നുമില്ല. ലോക മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാനദണ്ഡമാണ്. ഒരു ഹദീസ് പ്രമാണമാണോ അല്ലേ എന്ന് പരിശോധിക്കുന്നതിൽ നമ്മുടെ മുൻഗാമികൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള സിദ്ധാന്തങ്ങളും തത്വങ്ങളും അത് എല്ലാവർക്കും ഒന്നാണ്. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ അഹ്ലുസുന്നത്തിൽപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും ഒരേ മാനദണ്ഡാണ് അതിൽ. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കുന്നിടത്തും അത് അപ്ലൈ ചെയ്യുന്നിടത്ത് പ്രയോഗിക്കുന്നിടത്തും ഒക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുന്നത് മാത്രം, തത്വത്തിനൊരു വ്യത്യാസമല്ല. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസ് എന്ന് നമ്മൾ രണ്ടാം പ്രമാണത്തിൽ എഴുതുന്നത്. ഹദീസിന്റെ കിതാബിലുള്ളതൊക്കെ പ്രമാണമല്ല, സ്വഹീഹായ പരമ്പരയോടെ സ്ഥിരപ്പെട്ടതായിരിക്കണം. റസൂലിന്ന് സഹാബി, സഹാബി ശേഷമുള്ളവരാരൊക്കെ താബി, 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 പിന്നെ ഈ ഹദീസ് ഗ്രന്ഥമെഴുതുന്ന ബുഖാരി, മുസ്ലിം തോളുള്ള ഇമാമുകൾ വരെയുള്ള ആ പരമ്പരയുണ്ടല്ലോ, അതിൽപ്പെട്ട എല്ലാവരും വിശ്വസ്തരാവണം, സനത് ചേർന്ന് വന്നതായിരിക്കണം, മറ്റു ന്യൂനതകൾ ഇല്ലാതിരിക്കണം എന്നൊക്കെയുള്ള തത്വങ്ങൾ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ എല്ലാവർക്കും ഒന്നാണ്. പിന്നെ ഇജ്മാഉൽ ഖിയാസ് എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ രണ്ട് വ്യത്യസ്ത പ്രമാണങ്ങളൊന്നല്ല. ആ ഇജ്മാ മൂന്നാം പള്ളിയിൽ എടുത്താന്ന് പറഞ്ഞാൽ അങ്ങനെ കിതാബിനല്ല. എവിടെയാ ഖിയാസ്? രണ്ടാം പള്ളിയത്തിൽ 100-ാം പേജ് നോക്കിയാണ് ഖിയാസ് എന്ന കിതാബിനല്ല. അപ്പൊ ഇജ്മാഉൽ ഖിയാസ് തന്നെ ഒരു വ്യത്യസ്ത പ്രമാണമല്ല. പരിശുദ്ധ ഖുർആന്റെയും സുന്നത്തിനെയും മനസ്സിലാക്കുന്ന രണ്ട് രീതികളാണത്. ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിലെ ഗവേഷണപ്പെടുക്കളായ പണ്ഡിതന്മാർ ഒരു തീരുമാനത്തിലെത്തി, ഖുർആനിൽ ആ ആയത്തിന്റെ ഉദ്ദേശം ഇതാണ്, റസൂലിന്റെ ആ ഹദീസിന്റെ താല്പര്യം ഇതാണ്, അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ അതാണ് തീരുമാനം എന്ന് ഒരു കാലഘട്ടത്തിലെ ഗവേഷണപ്പെടുക്കളായ മുജ്തഹിദുകളായ എല്ലാ പണ്ഡിതന്മാരും യോജിച്ചാൽ അതിനാണ് ഇജ്മാ എന്ന് പറയാം. ഇന്നിപ്പോ പൊതുവെ എന്താണ്, മുസ്ലിം സമുദായത്തിന്റെ ഇജ്മാ ഉണ്ട്, ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട് എന്നൊക്കെ പറയും. ഇപ്പൊ ഉമ്മത്ത് മുഴുവൻ കണ്ടോനാ? ഉമ്മത്തിനെല്ലാരും വിളിച്ച് ചോദിച്ചാൽ ഞങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടോ? അങ്ങോട്ട് എഴുതന്നെ, സ്വന്തം വീട്ടിൽ കുത്തുന്നിട്ട് ഇത്തഫക്കല്ലുലമാവും അജ്മാലുലമാവും അങ്ങനെ എഴുതി വിടുകയാണ്. ആ ഇജ്മാഅല്ല, അതിനാണ് സ്ഥിരപ്പെട്ട ഇജ്മാ എന്ന് നമ്മൾ പറയാൻ കാരണം. ഇജ്മാ ഉണ്ട് ഓരോരുത്തരും വീട്ടിൽ കുത്തിന്ന് പറഞ്ഞാൽ പോരാ, അത് സ്ഥിരപ്പെട്ടിരിക്കണം. മനസ്സിലായില്ലേ? മനിദ്ദഅൽ ഇജ്മാഅ ഫഹുവ കാദിബുൻ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതുകൊണ്ടാ. ഇങ്ങനെ തെളിവ് ന്യായമൊന്നും നോക്കാതെ ഇജ്മാ ഉണ്ടെന്ന് വാദിച്ചാൽ അവൻ കള്ളനാണ്. അപ്പൊ സ്ഥിരപ്പെട്ട ഇജ്മാ. പിന്നെ ഖിയാസ്, ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത നവനവങ്ങളായ പുതിയ പുതിയ പ്രശ്നങ്ങൾ പിൽക്കാലത്തുണ്ടാവും. അപ്പൊ ആ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം തേടുമ്പോ ഇതിനു സമാനമായ പ്രശ്നങ്ങൾ റസൂലിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് അന്ന് റസൂൽ അതിന് ബാധകമാക്കിയ വിധി എന്താണോ ആ വിധി ഇന്നത്തെ ഈ പ്രശ്നത്തിനും ബാധകമാക്കാൻ ശ്രമിക്കുക. അതാണ് ഖിയാസ്. അതാണ് ഗവേഷണം എന്ന് പറഞ്ഞത്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായില്ല? അതാണ് ഖിയാസ്. ഇതാണ് അത് ജലിയായ ഖിയാസ് ആയിരിക്കണം എന്നാണ്. ഖിയാസ് വളരെ വ്യക്തമായിരിക്കണം. ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് ഖിയാസാക്കിയിട്ട് അതങ്ങനെയല്ല, എന്നാ അങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ എന്താന്ന് നമ്മളെ വക ഉണ്ടാക്കാൻ പറ്റൂല. ഇപ്പൊ ഉദാഹരണമായിട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് നല്ല ദിക്റാണ്, എന്നാ നമുക്ക് നല്ല ദിക്ർ എന്നുള്ള ആൾക്ക് ഒരു പുതിയ സ്ഥലത്തൊക്കെ ഒരു ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ പെരുന്നാൾക്ക് ഒരു ബാങ്കാണ് തുടങ്ങിയാൽ എന്താ? സെക്രട്ടറി ഇങ്ങനെ വിളിച്ചു പറയാ, എല്ലാവരും വേഗം ഒന്നുകൊടുത്ത് കയറേണ്ടതാണ്, പെരുന്നാൾ നിസ്കാരം 8:30 ആരംഭിക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒളുഹിയത്തുള്ളതാണ്, വേഗം ഒന്നു കൊടുക്കണം. ഇടക്കിടക്ക് ഇങ്ങനെ അനൗൺസ് ചെയ്യാ. എന്നൊരു ബാങ്കം കൊടുത്താ പോരെ? ഒരു ഇഖാമത്ത് പറ്റുമോ? പറ്റില്ലെന്താ? പെരുന്നാൾക്ക് അള്ളാന്റെ റസൂൽ ബാങ്ക് കൊടുത്തിട്ടില്ല. അപ്പൊ ബാങ്കല്ലേ നല്ലതല്ലേ നമ്മൾ ഖിയാസാക്കിയിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നബി പഠിപ്പിക്കണം. ഭക്ഷണം കൊടുക്കൽ നല്ല കാര്യ. എന്നാ നമ്മളെ വകയായിട്ട് പ്രത്യേക ചില ദിവസങ്ങൾ നിശ്ചയിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക. അപ്പൊ അതാണല്ലോ മരിച്ച് 3-ന്റെ അന്ന്, 7-ന്റെ അന്ന്, 14-ന്റെ അന്ന്, 40-ന്റെ അന്ന്, ആണ്ട് തകീന്റെ അന്ന്, അതൊന്നൊക്കെ ഭക്ഷണം കൊടുക്കലല്ലേ? നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ അള്ളാന്റെ റസൂല് പ്രത്യേക ദിവസം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവിടെ കൊടുക്കാമെങ്കിൽ ഇവിടെയും കൊടുക്കാന്ന് പറഞ്ഞാൽ അത് പറ്റൂല. മനസ്സിലായില്ലേ? ഇപ്പൊ മൗലീദിന് ഇപ്പൊ ആ പേരോട് കണ്ടുപിടിച്ച പുതിയ ആയത്തെ കാര്യങ്ങള് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഹ്, സറായിലും നറായിലും ചെലവഴിക്കുന്നവർ, സന്തോഷത്തിലും ദുഃഖത്തിലും ചെലവഴിക്കുന്നവർ. അള്ളാന്റെ റസൂല് ജനിച്ച ദിവസം ഞങ്ങൾക്ക് പെരുത്ത് സന്തോഷാണ്, അന്ന് ഞങ്ങൾ ചെലവാക്കുന്നു. അതാ അതിന്റെ തെളിവ്.
ദുഃഖത്തിലും ഞങ്ങൾ ചെലവാക്കുന്നു. അല്ലേ? ഇവിടുന്ന് മകൻ ആക്സിഡന്റ് ആയി അബുദാബിന്ന് മരിച്ചു എന്ന് കേട്ടാ നാട്ടിൽ നല്ലൊരു സദ്യ. എന്താ ദുഃഖത്തിലും ചെലവാക്കും, ഞങ്ങൾ ബിരിയാണി വെക്കണ് എന്ന് പറഞ്ഞപ്പോ എന്താ ഇതിനൊക്കെ പറയാ? ഇങ്ങനെ ഖിയാസ് കൊണ്ട് ദീനുണ്ടാക്കുക പാടില്ലാതെ. അപ്പൊ ഖിയാസ് എന്ന് പറഞ്ഞ വ്യക്തമായ ഖിയാസ് ആയിരിക്കണം. ഖിയാസിന് ചില തത്വങ്ങളുണ്ട്, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കല്ല. ഞാൻ പറയുന്നത് ഈ 4 പ്രമാണങ്ങളും അംഗീകരിക്കുന്നതിൽ പൊതുവെ എല്ലാവരും യോജിക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുന്നതിലും വ്യാഖ്യാനിക്കുന്നതിലുമാണ് സുഹൃത്തുക്കളെ പലപ്പോഴും തെറ്റുപറ്റുന്നത്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാല്, ഇപ്പൊ പൊതുവെ ഹദീസുകൾ സ്വീകരിക്കുമെന്ന് പറയുന്ന ആളുകൾ തന്നെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അഭിരുചിക്കും യോജിച്ചത് മാത്രമേ സ്വീകരിക്കുള്ളൂ. അല്ലാത്തത് ഒരൊറ്റ തട്ടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഹദീസ് ഇപ്പം കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. ഹദീസ് ഇപ്പൊ എന്നൊരൊറ്റ തട്ട്. എടോ, തനിക്ക് മുമ്പ് ഈ ഹദീസ് എത്ര ആള് തള്ളിയിട്ടുണ്ട്? 13 നൂറ്റാണ്ട് കഴിഞ്ഞ് 14-ാം നൂറ്റാണ്ടായത്. 14-ാമത്തെ നൂറ്റാണ്ടിൽ വരുന്ന ഈ മനുഷ്യൻ എത്ര തലമുറ കഴിഞ്ഞു പോയി? ദിഷണാശാലികളും ബുദ്ധിമാന്മാരുമായ ഒരുപാട് പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരും കഴിഞ്ഞു പോയി. അവരൊക്കെ ഈ ഹദീസിനെ എങ്ങനെയാ സമീപിച്ചത്? അവരൊക്കെ ഒരൊറ്റ തട്ട് തട്ടിയതാണോ? ഇതൊന്ന് പരിശോധിക്കാനുള്ള സന്മനസ് പോലും നമ്മൾ കാണിക്കാതെ ഒരൊറ്റ തട്ട് തട്ടാണ്. എന്നിട്ട് ചോദിച്ചാൽ അതൊന്നും ബുദ്ധിക്ക് യോജിക്കൂലാണ്. ചില ആളുകൾ പറയും ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ് എടുക്കണമെന്നുണ്ടോ? സുഹൃത്തെ, അങ്ങനെ ബുദ്ധിക്ക് യോജിക്കാത്തൊരു ഹദീസ് സഹീഹായിട്ട് ഉണ്ടാവില്ല. അതുകൾ മനസ്സിലാക്കണം ആദ്യം. നമുക്ക് തൽക്കാലം മനസ്സിലായില്ല എന്ന് വരാം. നമുക്ക് മനസ്സിലാത്ത എന്തെല്ലാം കാര്യമുണ്ട്, ഒക്കെ തള്ളല. നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ, അതൊക്കെ പ്രത്യക്ഷത്തിൽ തന്നെ കേട്ടപാട് തള്ളലാണോ? അതെന്താ എനിക്ക് മനസ്സിലായിട്ടില്ല, അറിയണവരോട് ചോദിക്കണം എന്ന് പറയല്ലേ ചെയ്യാ. സാധാരണ നിനക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പോയി, ഒരു കമ്പനി പോയിട്ട് അവിടുത്തെ ഒരു കടലാസ് എന്ത് വേന്ന് ഫില്ല് ചെയ്ത് എല്ലാവരും തരണമെന്നാണ്. ഇതെന്താ ഓന് മനസ്സിലായിട്ടില്ല. ഇതിന്റെ ഉദ്ദേശം എന്താ? മറ്റവനോട് ചോദിച്ച് അല്ലേ? അതൊക്കെ വരഞ്ഞു വിട്ടാളാണ്. വിടൂല. അപ്പൊ ഒരു ചെറിയ സംഗതി പറഞ്ഞു. അപ്പൊ ഏത് ചെറിയ സംഗതി എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാകുന്നതും മനസ്സിലാകാത്തതും ഉണ്ടാവും. മനസ്സിലായില്ല എന്നുള്ളതുകൊണ്ട് തള്ളിക്കളയല്ല വേണ്ടത്. മുവാഫഖത്തു സരീഹിൽ മാഖൂൽ അലാ സഹീഹിൽ മൻഖൂൽ എന്ന് ഒരു പുസ്തകമുണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക്. വ്യക്തമായ പ്രമാണങ്ങൾ ഒരിക്കലും തന്നെ വ്യക്തമായ ബുദ്ധിക്ക് എതിരാവുകയില്ല. ശരിയായ പ്രമാണങ്ങൾ വ്യക്തമായ ബുദ്ധിക്ക് എതിരാവില്ല. ഇപ്പൊ തീയിന് ചൂടില്ല എന്നൊരു ഹദീസ് വന്നാ അത് തള്ളു തന്നെ വേണം. കാരണം എല്ലാവർക്കും ഒരു തീയിന് ചൂടുണ്ട് അല്ലേ? തീയിന് ചൂടില്ല എന്നൊരു ഹദീസ് ഉണ്ടായി വിചാരിക്കുക. അത്തരത്തിലുള്ള ഹദീസ് ഉണ്ടാവില്ല. സഹീഹായ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്കത് കണ്ടെത്താൻ കഴിയുകയില്ല. അപ്പൊ ഹദീസുകൾ സ്വീകരിക്കുന്നതിലും തള്ളുന്നതിലും ഒക്കെ അഹ്ലുസുന്നത്തിന്റെ മാനദണ്ഡം എന്താണോ അത് നാം മനസ്സിലാക്കണം. ബുദ്ധിക്ക് യോജിക്കാത്തതും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്തതും ഒക്കെ തള്ളാൻ നിന്നാൽ ഖുർആൻ നമുക്ക് തള്ളേണ്ടി വരും. പരിശുദ്ധ ഖുർആനിൽ എത്ര സംഭവങ്ങളുണ്ട്. അതൊക്കെ ബുദ്ധി കൊണ്ട് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ? കഴിയില്ല. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 100 കൊല്ലം മരിപ്പിച്ചു, ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ. എന്നിട്ട് പിന്നെ അയാളെ ജീവിപ്പിച്ചു. അയാളെ കൊണ്ട കഴുതനെ ജീവിപ്പിച്ചു. ഇത് ഖുർആനിലുള്ളതാ. അതിന്റെ എല്ലൊക്കെ വന്ന് കൂടിയിട്ട് ഇറച്ചി വന്ന് അയാളെ ജീവിപ്പിച്ചു. ഇതിപ്പോ അള്ളാഹു അങ്ങനെ പറഞ്ഞു എന്നല്ല, നമുക്കത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിയുമോ? എറുമ്പിനോട് സംസാരിക്കുന്നു സുലൈമാൻ നബി. അദ്ദേഹം കാറ്റിൽ സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി കടലിൽ ആഴിയിൽ മുങ്ങി മുത്തെടുക്കുന്ന ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം അദ്ദേഹത്തിനുള്ളതാ. അപ്പൊ ഇതൊന്നും ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. സുലൈമാനും കൂട്ടവും സൈന്യസമേതം വരുമ്പോ ഉറുമ്പിന്റെ നേതാവ് പറയാണ് ഒക്കെ അകത്ത് കയറിക്കോളിൻ, സുലൈമാനും കൂട്ടരുകളെ ചവിട്ടി അരക്കുന്നു. ഉറുമ്പ് സംസാരിച്ചു എന്നാ പറയണത്. സുലൈമാൻ യൂനുസ് നബിയെ മീൻ വയറ്റ് വിഴുങ്ങിയതൊക്കെ ഞാൻ ചില ആളുകൾക്ക് വേണമെങ്കിൽ പരിഹസിച്ചൂടെ? ഇയാളിങ്ങനെ പോയി കപ്പലിലാണ് ഓടിച്ചെല്ല് കയറുക. അയാളും കയറുമ്പോഴത്തേനാണ് കപ്പലിൽ ആളധികാകുക. എന്നിട്ട് അപ്പ നറുക്കിട്ടപ്പോ അയാൾക്ക് തന്നെ കിട്ടുക. എന്നിട്ട് അയാളാണ് പുറത്ത് കിടുമ്പോ ഒരു വലിയ മീൻ വന്ന് തൊള്ളയും കാട്ടി ഇങ്ങനെ നിൽക്കുക. എന്താ അപ്പതൊക്കെ അല്ലേ? അങ്ങനെയൊക്കെ അള്ള സംഭവിപ്പിച്ചതാ. എന്തായിരിക്കും അപ്പൊ ആ മീന്റെ വലിപ്പം? ഓ, എന്നിട്ടോ മീൻ മിണിങ്ങി അയാൾ മരിക്കണ്ടേ? മരിക്കണില്ല. ഇയാൾ ആ മീന്റെ വള്ളയെ കിടന്നിട്ട് ദ്വാ ചെയ്തോലോ, ഇരുട്ടറി. എന്നിട്ട് മീൻ കൊണ്ടുവന്ന് പുറത്ത് കക്കി പുറത്തിട്ടോലോ. എന്താ അള്ളാന്റെ ഖുർആനിലുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഹദീസാണെങ്കിൽ ഇവർ ഒറ്റ തട്ടിട്ടി ഉണ്ടാവും അല്ലേ? ഖുർആനായതുകൊണ്ട് തട്ടാൻ പറ്റില്ലല്ലോ. സി.എൻ. അഹമ്മദ് മൗലവിയാണ് നമ്മളെ നാട്ടിൽ ഖുർആൻ പരിഭാഷ ഇറക്കിയ ആദ്യത്തെ ആള്. അയാൾ ഒരുപാട് മൊയ്സത്തിനെ എങ്ങനെ വ്യാഖ്യാനിച്ചു. എന്തിനാ വ്യാഖ്യാനിച്ചത്? മതം പൊളിക്കാൻ വേണ്ടി വ്യാഖ്യാനിച്ചല്ല. മൂപ്പർക്കൊരാഗ്രഹം ബുദ്ധിജീവികളെയും പണ്ഡിതന്മാരെയും ഒക്കെ നിങ്ങൾക്ക് അടുപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് മൂപ്പർ എല്ലാ മൊയ്ജിതത്തിനാണ് വ്യാഖ്യാനിച്ചത്. കാരണം മൂപ്പര കാര്യമായി അവലംബിച്ച കാദ്യാനികളെ ഖുർആൻ പരിഭാഷ.
ഖാദിയാനി നബിക്ക് ഒരു മുഅ്ജിസത്തുമില്ല. അപ്പൊ മുൻകാല നബിമാരെ മുഅ്ജിസത്തൊക്കെ നിഷേധിച്ചാലേ മൂപ്പർക്ക് പോസ്റ്റ് ഉണ്ടാവുള്ളൂ. മൂപ്പർക്ക് ആകെ 2 മുഅ്ജിസത്താണ്, അരക്കന്ന് ചെയ്യപ്പെട്ട് മൂത്രവാർച്ചയും അരക്കന്ന് മേപ്പെട്ട് ബുദ്ധിമാന്യോ എന്ന് മൂപ്പന്നെ പറഞ്ഞിട്ടുണ്ട്. ആകെ അതാണുള്ളത്. അപ്പൊ ആ പരിഭാഷ അവലംബിച്ചാ സിയൻ എഴുതുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സൈന്യസമേതം വരുന്നു. എന്നിട്ടോ മൂസേ ഇതാ നമ്മളെ പിന്നിൽ ഫറോവയും സൈന്യവും ഇപ്പൊ പിടിക്കും നമ്മളെ. മൂസ എന്താ പറഞ്ഞത്? എന്റെ കൂടെ റബ്ബുണ്ടെങ്കിൽ വരൂ, അവനെനിക്ക് വഴി കാണിച്ചു തരും. ആ കടലിന്റെ അടുത്തെത്തുമ്പോ പറയാണ്, മൂസേ നിന്റെ വടി കൊണ്ട് ആ കടലിൽ അടിക്ക്. അടിച്ചപ്പോഴോ തുമ്മ ഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് അസാകൽ ബഹർ, മൂസേ നീ നിന്റെ വടി കൊണ്ട് ആ കടലിൽ അടിക്കണം എന്ന് നമ്മൾ വഹി കൊടുത്തു. അടിച്ചപ്പോ സംഭവിച്ചെന്താ? ഫംഫലഖ, അത് പിളർന്നു എന്നാണ്. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം, അത് പിളർന്നിട്ട് 2 ഭാഗമായിട്ട് ഇങ്ങനെ മല പോലെ ഇങ്ങോട്ട് മാറിയിരുന്നു. അവിടെ ഒരു ഉണങ്ങിയ വഴി ഉണ്ടായി. അതിലൂടെ അദ്ദേഹവും സൈന്യവും ഇറങ്ങി, മൂസാ നബി അനുയായികളും ഇറങ്ങി. പിന്നാലെ ഫിറൗനും സൈന്യം അവരക്കരെ കടന്നു. ഈ വെള്ളം കൂടി ഇവർ മുങ്ങിച്ചത്തു. ഇതാണ്. അപ്പൊ അത് CN അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു വേലിയേറ്റവും വേലിയിറക്കമൊക്കെ ശരിക്കും മനസ്സിലായിരുന്ന ആളായിരുന്നു മൂസ നബി. അതുകൊണ്ട് അദ്ദേഹം ആ സമയമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വടിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് എവിടെ ആ ഏലി ഇറങ്ങിയ നേരത്തെ ഇങ്ങനെ കൊണ്ടില്ലാത്ത നേരത്തെ കൂടി ഒക്കെ നോക്കി അങ്ങനെയാണ് അക്കരെത്തിയതാണ്. ആളുകളെ വിശ്വസിപ്പിക്കാൻ ചേകനൂരിന്റെ മാതിരി മതം പൊളിക്കാൻ ചെയ്തതല്ല. അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിന്റെ വക ഉണ്ടാക്കി. കാലത്ത് നംലത്തിന്റെ ഒരു ഉറുമ്പ് പറഞ്ഞു, അത് CN ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു നംല് ഗോത്രക്കാരി ഒരു പെമ്പർന്നോള് പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. കണ്ടോ? അതിന് നംലിയത്തെന്ന് പറയണം, അത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഉറുമ്പ് പറയാ, എന്നിട്ടോ സുലൈമാൻ നബി കേൾക്കത്തിന്റെ ബാലരമീല കഥയാ എന്ന് മൂപ്പർക്കൊരു സംശയം. അപ്പൊ ഖുർആൻ നമ്മൾ തള്ളണ്ടിയർ എങ്ങനെ തള്ളാൻ നിന്നാല് പലന്തര കൈഫങ്ങൾ ആലോചിച്ച് നോക്കാണ്. കഅബത്തിനെ ആക്രമിക്കാൻ ആനയുമായിട്ട് യമന്റെ ഭാഗത്ത് അബ്രഹത്ത് വരുന്നു. പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പേ ആനപ്പട പരാജയപ്പെട്ടു പോകുന്നു. എങ്ങനെയാ പരാജയപ്പെട്ടത്? ഒരു കൂട്ടം പക്ഷികൾ, അബാബിയിൽ പക്ഷികൾ ചുടുകല്ലുകൾ എറിയുന്നു. ചെറിയ കല്ലുണ്ടേ ഇങ്ങനെ എറിഞ്ഞിട്ട് ആനാളെ വീഴ് എന്ന് പറഞ്ഞാ തള്ളണ്ടി വരുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഖുർആനിനെയും തള്ളും വരും. ഇവർ ഈ ബുദ്ധിക്കനുസരിച്ച് എടുക്കൂല എന്ന് പറഞ്ഞോ. ഇപ്പൊ പറയുന്ന ഹദീസിനെ തള്ളുന്നു, കുറച്ചാലും കഴിഞ്ഞ ഖുർആനെയും തള്ളും. ഓനെല്ലാം തള്ളണ്ടി, ഓനെ തന്നെ തള്ളണ്ടി വരും. കാരണം ഓന്റെ ശരീരത്തെ തന്നെ ചിന്തിച്ചാൽ പിടികിട്ടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് വേറെ വിഷയമാണ്. അപ്പൊ സുഹൃത്തുക്കൾ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മാതൃകയല്ല ഇത്. ബുദ്ധിക്ക് യോജിച്ചത് എടുക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തള്ളേണ്ടി വരും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 1-2 സംഗതികൾ മാത്രം എന്ന് പറഞ്ഞുതരാം. ഒന്ന് ഇസ്രാ മിഅ്റാജ്, അള്ളാഹുവിന്റെ റസൂലിന്റെ രാപ്രയാണവും അവിടുന്ന് അങ്ങോട്ടുള്ള വാന ആരോഹണവും. ഇതിപ്പോ മുസ്ലിം സമുദായത്തിലെ ചെറിയ കുട്ടിക്ക് വരെ അറിയാവുന്ന ഒരു സംഗതിയാണ്. പണ്ട് ആംസ്ട്രോങ് ചന്ദ്രന് പോയപ്പോ കുറെ ആളുകൾ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പോയിട്ടുണ്ടോ അല്ലേ? സംഗതി എന്താ? മിഅ്റാജ് പോയതിനെ പറ്റിയാ പറയണത്. മിഅ്റാജിൽ പോയിട്ടുണ്ട്. മിഅ്റാജിൽ പോയ സംഭവം അതുപോലെ ഇസ്രാവും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ്. ഹിജറക്ക് 1 വർഷം മുമ്പ്, ഹിജറ പോയത് എത്രാമത്തെ വയസ്സിലാ നബിക്ക്? 53 വയസ്സുള്ളപ്പോ. അപ്പൊ എന്താ ഇസ്രാ സംഭവിക്കുന്നത്? മിഅ്റാജ് പോകുമ്പോൾ കേൾക്കുന്നവർക്ക് ആർക്കും അതിന്റെ ഡേറ്റ് അറിഞ്ഞൂടാ. അതിന്റെ ഡേറ്റ് ഇല്ല, കൊല്ലം മാത്രമേ അറിയുള്ളൂ. 52ാമത്തെ വയസ്സിലാണ് ഇസ്രാഉം മിഅ്റാജും സംഭവിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തു നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രി പ്രയാണം ചെയ്യിച്ച അല്ലാഹു പരിശുദ്ധനത്രേ. എന്തിനാ കൊണ്ടുപോയത്? എങ്ങനത്താണ് ആ സ്ഥലം? മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും നാം അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അതിനിപ്പോ ഖുറാഫിയിൽ കണ്ടുപിടിച്ച വ്യാഖ്യാനം എന്താ അറിയോ? എന്താണ് അതിന്റെ ചുറ്റും ബർക്കത്ത് ചെയ്തു എന്നാ അതിന്റെ അർത്ഥം? അവിടെ കുറെ അമ്പിയാക്കളെ ഖബറുണ്ട്. ആ ഖബർ സിയാറത്ത് ചെയ്തിട്ടാ കൊണ്ടുപോണപ്പോ ഏത് യാത്രക്ക് പോകുമ്പോഴും ഒരു സിയാറത്ത് വേണമെന്നാ ഇന്ന് മനസ്സിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹജ്ജിന് പോകുമ്പോ ഒരു സിയാറത്ത്, ഗൾഫിൽ പോകുമ്പോ ഒരു സിയാറത്ത് അല്ലേ? വടകര ഭാഗത്തുള്ള ഹജ്ജിന് വേണ്ടി കുഞ്ഞിപ്പള്ളി പോയിട്ട് ശൈഖിനോടൊക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ്, പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോണേ എന്ന് പറഞ്ഞിട്ടാ പോരുക. പാസ്പോർട്ടൊക്കെ കയ്യിലുണ്ട്, വിസൊന്നും അയച്ചില്ല, മുങ്ങാനാണ് ഉദ്ദേശം, നിങ്ങൾ സഹായിക്കണം എന്നൊക്കെ മൂപ്പരെ ഏൽപ്പിച്ചിട്ടാ പോരുന്നേ. അപ്പൊ അതിന് തെളിവെന്താ? മിഅ്റാജിൽ പോയപ്പോ മസ്ജിദുൽ അഖ്സന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഖബർ സിയാറത്ത് ചെയ്യിച്ചിട്ടാ കൊണ്ടുപോയത്.
പള്ളി ദർസിൽ ഓതുന്ന ജലാലൈനിയിൽ ഇവർ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് നിങ്ങള് അല്ലദീ ബാറക്കനാ ഹൗലഹു, അതിന്റെ ചുറ്റും നാം അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴങ്ങളാലും തോട്ടങ്ങളാലും. അപ്പൊ കുറെ കായികനികളും തോട്ടങ്ങളും ഒക്കെ ഉള്ള നല്ല സമ്പൽ സമൃദ്ധവും ഫലഭൂയിഷ്ടവുമായ പ്രദേശമാണ് മസ്ജിദുൽ അഖ്സ. ഇന്നും ആ ഭാഗം അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ പ്രവാചകന്മാരെ ഖബറുണ്ട് എന്നൊന്നുമല്ല. ഒരൊറ്റ നബിന്റെ ഖബറും സുഹൃത്തുക്കളെ, മുഹമ്മദ് നബിയുടെ ഖബറല്ലാതെ വേറൊരൊറ്റ നബിയുടെ ഖബറും ഇന്നയിടത്താണെന്ന് തിട്ടമായി മനുഷ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹ് മറപ്പിച്ചു കളഞ്ഞു. 25 നബിമാരെ ചരിത്രം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് നബിമാർ വന്നിട്ടുണ്ട് എന്നും പറയുന്നു. ഒരൊറ്റ നബിന്റെ ഖബർ ഇന്നയിടത്താന്ന് തന്നെ ഉറപ്പുണ്ടോ? മുഹമ്മദ് നബിയുടെ ഖബർ മാത്രം അള്ളാഹ് മറപ്പിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ഇത് കെട്ടിമറിഞ്ഞ് വികൂല ഓരോരുത്തരെയുമേ. നിങ്ങൾ ആലോചിച്ച്, ഒരൊറ്റ നബിന്റെ ഖബർ അറിയില്ലല്ലോ. ചില നബിമാർക്ക് 2 ഖബറൊക്കെ ഉണ്ട് അല്ലേ? ഒരു ഖബർ ഇറാഖിലുണ്ട്, ഒരു ഖബർ ഒമാനിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഖബറുകളുണ്ട്. അത് ഉറപ്പാണ്, 2 ഡ്യൂപ്ലിക്കേറ്റാണ്. ഒരു ഖബറുമില്ല. ഈ ഖബറുകളെ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഒരു നബിന്റെ ഖബർ അറിയപ്പെട്ടിട്ടില്ല. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ ഹറാമിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുപോയി. ഈ സംഭവം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. പക്ഷെ അവിടുന്ന് അങ്ങോട്ടുള്ള മിഅ്റാജ്, അതിന്റെ വിവരണം യഥാർത്ഥത്തിൽ ഹദീസിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഇസ്രായേൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയം ഒന്ന് കീറി ഓപ്പറേഷൻ ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുപോയത്. അത് നമ്മൾ കേട്ടിയില്ലല്ലോ. ഞാനും മുമ്പ് കേട്ടിരുന്നില്ല. നമ്മൾ ഒരു കീറലേ കേട്ടിട്ടുള്ളൂ. ഏത്? ഹലീമ ബീവിന്റെ വീട്ടില് നബി ആടുകൾ നോക്കണ സമയത്ത് വന്നിട്ട് കീറിയില്ലേ? സഹിയായതാ. അത് വെറും കഥയല്ല, സഹിയായി സ്ഥിരപ്പെട്ട സനദിൽ വന്ന കഥയാണ്. എന്നാൽ രണ്ടാമതൊരു ഓപ്പറേഷൻ കൂടി നടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇസ്രായിന്റെ രാത്രി ഇശാക്ക് ശേഷം വീട്ടിൽ കടന്നിറങ്ങുമ്പോൾ വീടിന്റെ മേൽക്കൂര പിളർന്നുകൊണ്ടതാ ജിബ്രീൽ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന ജിബ്രീൽ റസൂലുള്ളാന്റെ മാറിടം പിളർത്തുന്നു, സംസം കൊണ്ട് കഴുകുന്നു. പിന്നെ ഒരു സ്വർണ്ണത്തളിക കൊണ്ടുവന്നു. ആ സ്വർണ്ണത്തളിക നിറയെ ഈമാനും ഹിക്മത്തുമായിരുന്നു, വിശ്വാസവും വിജ്ഞാനവും. അങ്ങനെ ഈ വിശ്വാസം വിജ്ഞാനക്ക് പാത്രത്തിലാക്കല് അല്ലേ? നമുക്കറിഞ്ഞൂടാ. ഹദീസിൽ എങ്ങനെയല്ല പാത്രത്തിലാക്കും, വിശ്വാസ വിജ്ഞാനം പാത്രത്തിലെ സ്വർണ്ണത്തളിയിലാണെന്നാ പറഞ്ഞത്. എന്നിട്ട് അതെല്ലാം നബിയുടെ നെഞ്ചകത്തേക്ക് ഒഴിച്ചു. നമുക്ക് അറിഞ്ഞൂടാ എങ്ങനെയാ അതിന്റെ രൂപം. നെഞ്ചകത്തേക്ക് പകർന്നു കൊടുത്തു, പാത്രം കാലിയാക്കി. പിന്നെ നെഞ്ച് പൂട്ടി, ഓപ്പറേഷൻ കഴിഞ്ഞു. നബിയുടെ കൈ പിടിച്ച് ജിബ്രീൽ മേലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ബുറാഖ് എന്നൊരു വാഹനം കൊണ്ടുവരുന്നു. ബുറാഖ് നമ്മളെ നാട്ടിൽ ചില കലണ്ടറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പമ്പർന്നോളെ കണ്ണും മോറും അല്ലേ, ഒരു കുതിരന്റെ ഓടലും 2 ചിറകും. അത് നമ്മളെ ഈശാനബിനെ ഓരോരുത്തർ മരിഞ്ഞുണ്ടാക്കിയാണല്ലോ. എന്നമാതിരി നമ്മളെ ആളുകൾ ബുറാഖിനെ സംബന്ധിച്ച് ഹദീസിലുള്ള ദാബത്തുൻ നബിയൽ ഫൗഖൽ ഹിമാർ, കഴുതയെക്കാളും കുറച്ച് വലിപ്പമുള്ള ഒരു വെളുത്ത മൃഗം. കഴുതനേക്കാളും കുറച്ച് വലിപ്പം അധികമുണ്ട്. എന്നാൽ ദൂനൽ ബഗൽ, ബഗൽ തന്നെ കോവർ കഴുതന്റെ അത്രയോട്ടില്ല, അതിന്റെ ഇടയിലുള്ള ഒരു വാഹനം എന്നാണ്. ആ വാഹനത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്ന് നിങ്ങള്, കണ്ണെത്തുന്നിടത്ത് കാല് വെക്കുന്നതാണ്. നമ്മൾ നോക്കിയാൽ എത്ര ദൂരത്തേക്ക് പെട്ടെന്ന് നമ്മളെ കണ്ണെത്തും അല്ലേ? അതുപോലെ ബുറാഖ് അവിടെ നോക്കുമ്പോൾ സാധനം അവിടെ എത്തി, അപ്പുറത്ത് അവിടെ എത്തുമ്പോൾ അപ്പുറത്തെത്തി. അപ്പൊ ഇന്ന് പ്ലെയിന് പോണേക്കാൾ സ്പീഡിലാണ് പോണത്. ഇന്ന് പ്ലെയിന് 1000 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്നുണ്ട് അല്ലേ? നമ്മളതിന്റെ ഉള്ളിലിരിക്കുമ്പോൾ അറിയാത്ത കണക്കല്ല, കാരണം വായു ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നില്ലല്ലോ. AC കാറിൽ പോകുമ്പോൾ സ്പീഡ് അറിയാത്ത മാതിരിയായി, പിന്നെ കിടക്കണമെന്നെങ്കിലും അറിയും ചിലപ്പോ, മറ്റതും അറിയില്ലല്ലോ. അപ്പൊ ആ സ്പീഡിലാ പോണത്. ഇന്നത്തെ നിയമം അനുസരിച്ച് പറഞ്ഞ അന്തരീക്ഷത്തിൽ ആരെങ്കിലും അങ്ങനെ പോയാൽ കത്തിപ്പോകുന്നതാണ്. ഒരു കവറിങ് ഇല്ലാതെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോയാൽ ആള് കത്തിപ്പോവും, ചാമ്പലായി പോകുന്ന. അള്ളാന്റെ റസൂൽ കത്തിയിട്ടില്ല. അപ്പൊ ഇന്ന് ചില ആളുകൾക്ക് അതൊക്കെ പാടാം. അതിനുവേണ്ടി നബിയെ ഒന്ന് തയ്യാറാക്കാനാണ് ആദ്യ ഓപ്പറേഷൻ ചില ആൾ. എന്നാലും അംഗീകരിച്ച് തൽക്കാലം. അപ്പൊ നെഞ്ചകം പിളർന്നിട്ട് അള്ളാന്റെ റസൂലിനെ ബുറാഖിൽ കൊണ്ടുപോയി. ബുറാഖ് എന്ന് പറഞ്ഞാല് ഒരു വെളുത്ത മൃഗം. ആ മൃഗത്തിന്റെ കഴുതയേക്കാൾ അല്പം വലിപ്പം, കോവർ കഴുതയേക്കാൾ കുറച്ച് ചെറുപ്പം. അത് കണ്ണെത്തുന്ന അടുത്ത കാലത്ത് അത്ര സ്പീഡില്ലാതെ പോണേ. അങ്ങനെ പോയിട്ട് മസ്ജിദുൽ അഖ്സയിലെത്തി. മസ്ജിദുൽ അഖ്സയിലേക്ക് അന്നത്തേതനുസരിച്ച് 1 മാസം യാത്ര ചെയ്യണം. തിരിച്ചു ഇങ്ങോട്ട് 1 മാസം. അപ്പൊ എത്രയായി? 2 മാസം. അപ്പൊ 1 മാസത്തെ വഴി ദൂരം ഒരൊറ്റ രാത്രി കൊണ്ട് അവിടെ എത്തിയിട്ട് മൃഗത്തെ അവിടെ ബന്ധിച്ച് ഒരു വളയത്തിൽ ബന്ധിച്ചിട്ട് മസ്ജിദുൽ അഖ്സയിൽ കയറി അല്ലാഹുവിന്റെ റസൂൽ തഹിയ്യത്ത് നിസ്കരിച്ചു. തഹിയ്യത്ത് നിസ്കരിച്ച് പുറത്തു വന്നു. പുറത്തു വന്നപ്പോ ജിബ്രീൽ 2-3 പാത്രങ്ങൾ, ഒരേ രൂപത്തിലുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നു. ഒന്നിൽ പാലുണ്ട്, ഒന്നില് തേനുണ്ട്, ഒന്നിൽ മദ്യവുമുണ്ട്. 3 ഒരേപോലത്തെ പാത്രങ്ങൾ.
റസൂൽ പാലാണ് തെരഞ്ഞെടുത്തത്. ഒന്നിൽ പാലും മദ്യവും മാത്രമാണ്, ചില തേനും കൂടി പറഞ്ഞിട്ടുണ്ട്. ഏതാ വേണ്ടെടുത്തു മുഹമ്മദേ എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി തെരഞ്ഞെടുത്തത് പാലായിരുന്നു. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, അസബത്തൽ ഫിത്ര, നിങ്ങൾ ആ പ്രകൃതിക്ക് യോജിച്ചതാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത്, നിങ്ങളെ ശുദ്ധ പ്രകൃതിക്ക് യോജിച്ചതാണത്. എന്നിട്ട് അവിടെ വെച്ച് പൂർവ്വ നബിമാരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പിന്നിൽ അണിനിരത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇമാമായി നമസ്കരിച്ചു. ഇവിടെ വെച്ചാ മറ്റേ ആയത്തിന്റെ പശ്ചാത്തലം ഏത്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത യുഅബദൂൻ. മുഫസ്സിരീകൾ പറഞ്ഞിട്ടുണ്ട്, ഈ നബിമാർ പൂർവ്വ പ്രവാചകന്മാരൊക്കെ ഇമാമായി റസൂൽ നിസ്കരിച്ചപ്പോ അവിടെ വെച്ച് പറയാണ്, മുഹമ്മദേ നിന്റെ മുമ്പ് അയക്കപ്പെട്ട റസൂലുകളോട് ചോദിച്ചു നോക്ക്. എന്ത് ചോദിച്ചു നോക്ക്? എനിക്ക് കുട്ടിയില്ലാത്തവൻ രോഗം മാറാനുള്ളൊക്കെ ചോദിച്ചോന്നല്ല പറഞ്ഞു. പിന്നെ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത യുഅബദൂൻ, ആരാധിക്കപ്പെടുന്ന വല്ല ദൈവങ്ങളെയും അള്ളാഹു പരമകാരുണികൻ അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തിരുന്നോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. നബി പറഞ്ഞു, എനിക്ക് ചോദിക്കേണ്ടയില്ല, എനിക്ക് ആ കാര്യത്തിൽ സംശയമല്ല. ഒരൊറ്റ നബിക്കും അള്ളാഹ്ക്ക് പുറമെ ആരാധ്യനെ ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നുള്ള വിഷയത്തിൽ എനിക്ക് തർക്കമല്ല, ചോദിക്കുന്നില്ല എന്ന് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു. ഇതാണ് ആ ആയത്തിന്റെ പശ്ചാത്തലം. ചില മുഫസ്സിറുകൾ പറഞ്ഞത് അങ്ങനെ നേർക്കുനേരെ കണ്ടപ്പോ ചോദിക്കാൻ പറഞ്ഞ അതിനെ കുറിച്ചല്ല, അവരുടെ സമുദായങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അവരോട് ചോദിച്ചു നോക്ക് എന്നാണ് അതിന്റെ അർത്ഥം എന്നും വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാക്കുന്നത്. നോക്കണങ്ങള്, പരമകാരുണികനായ അള്ളാഹ്ക്ക് പുറമെ ഒരൊറ്റ ആരാധനയും ഒരു കാലത്തും ഒരു നബിക്കും അല്ല ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്ന സാർവലൗകികമായ തൗഹീദിന്റെ ആശയം പഠിപ്പിക്കാൻ അള്ളറക്കിയ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ശിർക്കിന് തെളിവാക്കുക. വേറെ വിഷയമാണെന്നാലും സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മിഅ്റാജ് എന്ന അർത്ഥം അറജ എന്ന കയറിപ്പോയി എന്നർത്ഥം. മിഅ്റാജ് എന്ന കയറുന്ന സാധനം, ഫതഹ തുറന്നു, മിഫ്താഹ് തുറക്കുന്ന സാധനം, താക്കോല്, കനസ അടിച്ചു വരും, മിക്നസ് അടിച്ചു വരുന്ന സാധനം, ചൂല്, അത് അറബി അറിയുന്നവർക്കറിയാം. അപ്പൊ അങ്ങനെ മിഅ്റാജ് കൊണ്ടുവന്ന് കയറിപ്പോകാനുള്ള സ്റ്റെപ്പുകളുള്ള ഒരു കോണി. ചില ആളുകൾ വിചാരം ബുറാക്ക് തന്നെ മേപ്പിട്ടും പോയത് അല്ല, ബുറാക്കിനെ അവിടെ കെട്ടിയിട്ട് മിഅ്റാജിലാ മേപ്പിട്ട് പോയത്. കയറാനുള്ള സ്റ്റെപ്പുകളുള്ള ഒരു കോണി, ഒരു പ്രത്യേക കോണി. എങ്ങനെയാ അറിഞ്ഞത്? ആകാശത്തേക്കുള്ള കോണിയാ. ആ കോണിയിലൂടെ കയറി മിഅ്റാജിലൂടെ കയറിപ്പോയി അള്ളാഹുവിന്റെ റസൂല്. ധാരാളം പടികളുള്ള കോണി പോലുള്ള ഒരു സംഗതി, ഇത് മാത്രം നമുക്കതിനെ മനസ്സിലാക്കാം. ജിബ്രീലുണ്ട് കൂടെ. അങ്ങനെ ഓരോ ആദ്യത്തെ ആകാശത്തിന് ചെന്നിട്ട് തുറക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോ ആകാശത്തിന്റെ കാവൽക്കാരൻ, അവിടെയും പാറാവൊക്കെ ഉണ്ട്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. അപ്പൊ നമ്മളവിടെ ആണെങ്കിൽ ഇത് ഞാനാ അല്ലേ? അങ്ങനെയല്ല, ജിബ്രീലാണെന്ന് അങ്ങനെയാ പറയണ്ടത്. എപ്പോഴും സമ്മതം ചോദിക്കുമ്പോ പാറാവുകാർ ആര് ചോദിച്ചാലും വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും ഇത് ഞാനാന്നല്ല പറയണ്ടത്. എന്താണ്? ഇതിന്ന ആളാണ്, ഇത് ജിബ്രീലാണ്. കൂടെ ആരാ ഉള്ളത് ചോദിച്ചു. മുഹമ്മദ് നബി ഉണ്ട്. ഓ, അദ്ദേഹം ക്ഷണിക്കപ്പെട്ടുവോ? ഓ, ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. തുറന്നു കൊടുക്കുന്നു. മലക്കുകൾ വന്നിട്ട് വരവേൽക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് മേരെ ആകാശത്തേക്ക് പോവാണ്. ഒന്നാം ആകാശത്തിൽ വെച്ച് ആദം നബിയെ കാണുകയാണ്. നമ്മുടെ ആദ്യ പിതാവ് ആദം നബിയെ. അദ്ദേഹം എങ്ങനെ അവിടെ വന്നു? അള്ളാഹ്ക്കറിയാം എങ്ങനെയാ വന്ന്. അവിടെ ആദം നബിയെ കാണുകയാണ്. എന്നിട്ട് അവിടുത്തെ മലക്കളും പരിവാരങ്ങളൊക്കെ കൂടി അടുത്ത ആകാശം വരെ റസൂലിനെയും ജിബ്രീലിനെ അനുഗമിക്കാണ്. അടുത്ത ആകാശത്തെ സെക്യൂരിറ്റിന്റെ അതേ ചോദ്യം, ആരാ? ജിബ്രീലാണ്. ആരാ കൂടെ? മുഹമ്മദ് നബിയാണ്. ഓ, അദ്ദേഹം വിളിക്കപ്പെട്ടു. ആദ്യം വിളിക്കപ്പെട്ടു. തുറക്കുന്നു. അവിടുന്ന് എല്ലാവരും സ്വാഗതം ചെയ്തു. അവിടെ വെച്ച് ഈസാ നബിയെ കാണുന്നു. ഇത് ഏഴാം ആകാശം വരെയും ഒരേപോലെ വേപ്പെട്ടു പോകുന്നതാണ്. മൂന്നാമത്തേതിൽ വെച്ച് യൂസുഫ് നബിയെ കാണുന്നു, ഇതേ സ്വരൂപത്തിൽ തന്നെ. നാലാമത്തേതിൽ ഇദ്രീസ് നബിയെ കാണുന്നു. അഞ്ചാമത്തേതിൽ ഹാറൂൻ നബിയെ കാണുന്നു. ആറാമത്തേതിൽ വെച്ച് മൂസ നബിയെ കാണുന്നു. ഏഴാമത്തേതിൽ വെച്ച് ഇബ്രാഹിം നബിയെ കാണുന്നു. ഏഴാകാശം ഉള്ളത് അല്ലേ? ശാസ്ത്രത്തിന് എത്തും പിടി കിട്ടിയിട്ടില്ല ആകാശം തന്നെ എന്താണ്. മനസ്സിലായില്ലേ? ഏഴാകാശമുണ്ടെന്ന് ഖുർആൻ ഘട്ടായമായി പറയുന്നു. പക്ഷേ ഏഴാകാശത്തെ കുറിച്ച് ഒരു വിവരവും ഇന്ന് ശാസ്ത്രത്തിന് പറയാൻ സാധിച്ചിട്ടില്ല. ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബിയെ കാണാൻ അദ്ദേഹം ബൈത്തുൽ മഅമൂറിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുക. അവിടെ ഉണ്ട് ഒരു കിബില, ഭൂമിയിലെ കിബില, കഅബമാരി. അവിടെ ഉണ്ട് കിബില, ബൈത്തുൽ മഅമൂർ. അതിലേക്ക് 70,000 മലക്കൾ ഇങ്ങനെ നിസ്കരിക്കാൻ കയറും, പ്രാർത്ഥിക്കാൻ വേണ്ടി കയറും. പിന്നെ അവർ തിരിച്ചു വരുന്നില്ല എന്നാണ്. അതിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. ആ ബൈത്തുൽ മഅമൂറിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുന്ന ഇബ്രാഹിം നബിയെ കാണുന്നു. എങ്ങനെ ഈ നബിമാരൊക്കെ അവിടെ എത്തി? അറിഞ്ഞൂടാ. എന്താ ഈ നബിമാരെ മാത്രം കണ്ട്? അറിഞ്ഞൂടാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ.
അങ്ങനെ 7 ആകാശവും കഴിഞ്ഞിട്ട് അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ രേഖപ്പെടുത്തുന്ന, അല്ലാഹു കണക്കാക്കുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന പേനകളുടെ കരകര ശബ്ദം, ചലനം കേൾക്കുന്ന ഒരു പ്രത്യേക മണ്ഡലത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എത്തി. അവിടെയാണ് സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷം നബി കാണുന്നത്. സ്വർഗത്തിനടുത്തുള്ള ഒരു പ്രത്യേക മരമാണ് സിദ്റത്തുൽ മുൻതഹ. ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനെ കാണുന്നു. അപ്പൊ അതുവരെ കണ്ടതോ? അതുവരെ കണ്ട യഥാർത്ഥ രൂപത്തിലല്ല. ജിബ്രീലിന് അദ്ദേഹത്തിന്റെ സാക്ഷാൽ രൂപത്തിൽ 600 ചിറകുകൾ സഹിതം കണ്ടു എന്നാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ പറഞ്ഞിട്ടുണ്ട്, അഫതുമാറൂനഹു അലാ മാ യറാ വലഖദ് റആഹു നസ്ലതൻ നുഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. അദ്ദേഹം കണ്ടതിനെ സംബന്ധിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? അദ്ദേഹം ജിബ്രീലിനെ മറ്റൊരു ഇറക്കത്തിലും കണ്ടിട്ടുണ്ട്, അതായത് സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ച്. ആ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്താണ് ശാശ്വതവാസത്തിന്റെ സ്വർഗമുള്ളത്. ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ മാ സാഗൽ ബസറു വമാ തഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ. ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ, ആ സിദ്റത്തിനെ ആവരണം ചെയ്യുന്നതെല്ലാം ആവരണം ചെയ്യുമ്പോൾ നബിയുടെ കണ്ണ് തെറ്റിപ്പോയിട്ടില്ല. അത് കണ്ണ് അതിന്റെ പരിധി വിട്ടവരേക്ക് അതിക്രമിച്ചു പോയിട്ടുമില്ല. കണ്ടതെല്ലാം വളരെ ശരിയാണ്, നബിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. നബിക്ക് അതിൽ സംശയമോ അങ്കലാപ്പോ ഉണ്ടായിട്ടില്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, തന്റെ രക്ഷിതാവിന്റെ മഹത്തായ കുറെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം കണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും ഇസ്രായിനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഈ 50 വഖത്ത് നിസ്കാരം 5 വഖത്താക്കിയത് കേട്ടിട്ടില്ല നിങ്ങള്? അത് മൂസാ നബിന്റെ, അത് ഇതിൽ സംഭവിച്ചതാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ അടുത്ത് എല്ലാം 50 വഖത്ത് നിസ്കാരം അള്ളാഹു നിശ്ചയിച്ചോട് തിരിച്ചു പോരുമ്പോ 6-ാം ആകാശത്തിലുള്ള മൂസാ നബി അദ്ദേഹം ചോദിക്കുകയാണ്, എന്തൊക്കെ കിട്ടിയത്? 50 വഖത്ത് നിസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ മൂസാ നബി അറിയാണ്, ദാ ബനൂ ഇസ്രായേൽ എന്നൊരു സമുദായത്തെ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവനാ ഞാന്, നിങ്ങളെ ഉമ്മത്തിന് ഇത് താങ്ങൂലട്ടോ. അതുകൊണ്ട് ഫർജി ഇലാ റബ്ബിക ഫസ്അൽഹു, തിരിച്ചു പോയി ഇതൊന്ന് ലഘുവാക്കി തരാൻ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്കണം. ചില ആളുകൾ പറയലുണ്ട്, മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുമ്പോ മരിച്ചോലെ കൊണ്ട് യാതൊരു സഹായവും കിട്ടൂല എന്ന് വഹാബി പറയുന്നു. എന്നാ കണ്ടോ മിഅ്റാജിൽ വെച്ച് മൂസാ നബിയുടെ സഹായം കിട്ടി മുഹമ്മദ് നബിക്ക്. എന്താ 50 വഖത്ത് 5 വഖത്താക്കി കൊടുത്തു. കാര്യപ്പെട്ട സഹായല്ലേ? നിങ്ങൾ 5 നിസ്കരിക്കണം, നിങ്ങൾ 50 നിസ്കരിച്ചോളൂ, നിങ്ങൾ പറഞ്ഞാൽ മരിച്ചോലെ സഹായം കിട്ടില്ല എന്നല്ലേ എന്നൊക്കെ പറയുമ്പോ സാധാരണക്കാരായി ശരി തന്നെ കേട്ടോ എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ മൂസാ നബിനെ വിളിച്ചു തേടിയോ? മൂസാ നബിയെ 50 വഖത്തൊന്നും 5 വഖത്താക്കി തരണേ എന്ന് പറഞ്ഞോ? നബി വന്നിട്ട് പ്രാർത്ഥിച്ചതാ? അല്ലെങ്കിൽ മൂസാ നബിന്റെ ഹക്ക് ജാവ് ബർക്കത്തോണ്ട് പഠിച്ചോനെ 51 5 വഖത്താക്കി തരണേ എന്ന് തവസ്സുൽ ചെയ്തോ? അതും ചെയ്തിട്ടില്ല. പിന്നെ മൂസാ നബി അത് കുറച്ചു കൊടുത്ത് അല്ല, അദ്ദേഹം ഗൈഡൻസ് നൽകുക മാത്രമാണ് ചെയ്തത്. നമ്മളൊരു കോണിമ കൂടി ഇങ്ങനെ കയറി പോണ്, ആ കോണിന്റെ മുകളിൽ അടച്ചത് അറിയണുണ്ടെങ്കിൽ അതിലെ കയറിപ്പോണ്ട് അതിലെ പോയി എന്ന് പറയില്ലേ? അതുപോലെ നിങ്ങളെ ഇതേറ്റ് പോയാലേ ആ ജനതക്ക് ഇത് താങ്ങൂലട്ടോ. അപ്പൊ ചില ആളെ ചോദ്യം, എന്താ അള്ളാഹ് അറിയില്ല ഇപ്പൊ ഇത് ഉമ്മത്തിന് താങ്ങ, പിന്നെ മൂസാ നബിനെ നടയെ കൊണ്ടിരുന്നു? അള്ളാഹ് അങ്ങനെ വിചാരിച്ച്, അള്ളാഹ് അവൻ ഉദ്ദേശിച്ചൊക്കെ നടപ്പിലാക്കുന്നവനല്ലേ. അപ്പൊ ചില ആളുകൾ പറയും, എന്തിനായി നബിമാരെ കയക്കണം? ഓരോരുത്തരുടെ മനസ്സിലിങ്ങനെ ഹിദായത്തും വലാലത്തൊക്കെ തോന്നിച്ചാ പോരെന്നാണ്. എന്താ പതിന് നിവൃത്തി? എന്തിനാ ഈ പെണ്ണുങ്ങൾ എങ്ങനെ പഠിച്ച്? എന്തിനാ ആണുങ്ങൾ എങ്ങനെ പഠിച്ച്? അള്ളാഹ് അങ്ങനെ പഠിച്ച്, അള്ളാഹ് അങ്ങനെ പഠിച്ച് എല്ലാം മറുപടി ഉണ്ടോ ഇതിന്? അപ്പൊ അള്ളാഹു ഒരു കാര്യം ചെയ്ത് അള്ളാഹ് നേർക്ക് നേരെ മുഹമ്മദ് നബിയോട് പറഞ്ഞു കൊടുക്കാതെ മൂസാ നബിയിലൂടെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചു. അപ്പൊ മൂസാ നബി പറയാണ്, ഞാനൊരു ഉമ്മത്തിനെ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവനാണ്, അത് താങ്ങൂല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം. ആ നിർദ്ദേശം അനുസരിച്ച്